പരിമള ആൻഡ് കോ. നമ്മളെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജയറാമേട്ടനും ഉർവശി ചേച്ചി അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. സിനിമ നമ്മുടെ മോഹിനിയാട്ടം പോലുള്ള ഒരു ഡാർക്ക് ഹ്യൂമർ പരിപാടിയാണ് ടാർഗറ്റ് ചെയ്ത്, പക്ഷെ വേണ്ട വിധത്തിൽ വർക്കൗട്ട് ആയില്ല എന്ന് വേണം പറയാൻ. സിനിമയുടെ തുടക്കത്തിൽ 4 പേര് ഇറങ്ങുന്ന ഒരു കുടുംബം, മിഡിൽ ക്ലാസ് ഫാമിലി, ജയറാം, ഉർവശി, 2 പെൺകുട്ടികൾ. അതിലൊരാളുടെ പിന്നാലെ അവിടുത്തെ ലോക്കൽ റൗഡി കുറേ ആയിട്ട് ഇങ്ങനെ ശല്യം ചെയ്ത് പുറകെ ഉണ്ട്. അങ്ങനെ അവരൊരു പോയിന്റിൽ തീരുമാനിക്കുകയാണ് പുള്ളിനെ തട്ടിക്കളയാ, അല്ലാതെ നമുക്ക് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ വിചാരിച്ച അടുത്ത ദിവസം തന്നെ പുള്ളി കൊല്ലപ്പെടുകയാണ്. അപ്പോൾ കുടുംബത്തിലുള്ള 4 പേര് തന്നെ പരസ്പരം ഒരു സംശയത്തിന്റെ നിഴലിലാകുന്നതും പിന്നീട് മറ്റൊരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇവരെങ്ങനെ അതിനെ തരണം ചെയ്യുന്നതാണ് സിനിമ. പക്ഷെ ഇത് തോട്ട് വെച്ചിട്ട് പക്ഷെ അതിൻ്റെ ഒരു നല്ലൊരു എഴുത്ത് എവിടെയും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള കുറേ സീക്വൻസുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി അവസാനത്തെ ഒരു 10-15 മിനിറ്റ് ആ ഒരു സംഭവത്തിന് വേണ്ടി ഇത്രയും നേരം സിനിമയിൽ ഒരു കാര്യമില്ലാത്ത, ഒരു പെർഫെക്റ്റ് എയിമില്ലാത്ത തരത്തിലുള്ള റൈറ്റിംഗ് ആയി പോയി സിനിമയ്ക്കകത്ത്. കാരണം അത് കഴിയുന്നു, പിന്നീട് എന്തൊക്കെയോ സംഭവങ്ങൾ ഒന്നും ഈ ഒരു മെയിൻ പ്ലോട്ടുമായി ബന്ധമില്ലാത്ത രീതിയിലുള്ള മുന്നോട്ട് പോക്കും കാര്യങ്ങളൊക്കെയായിരുന്നു ഈ സിനിമയ്ക്കകത്തുള്ളത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇന്നാകാത്ത രീതിയിലുള്ള സിനിമയാണ്. കാരണം നമുക്ക് കുറേ സീനുകൾ വരും, ഇതൊക്കെ എന്തിനാണെന്നുള്ളത് തോന്നും. അങ്ങനെ ഒരുതരം എയിമില്ലാത്ത തരത്തിൽ എഴുതിയിട്ടുള്ള ഒരു അലസതയോടെ എഴുതിയിട്ടുള്ള എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സ്ക്രിപ്റ്റാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് തോന്നിയത്. പിന്നെ ജയറാമേട്ട പഴയ മാനറിസവും കാര്യങ്ങളൊക്കെ കുത്തിപ്പക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് തന്നെ ഇങ്ങനെ തുടരെ വരുമ്പോൾ നമുക്കൊരു മുഷിപ്പ് സിനിമയ്ക്കകത്ത് തോന്നുന്നുണ്ട്. ഇതിൽ അനാവശ്യ സീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ജയറാമേട്ടൻ്റെ സഹോദരി മരിച്ചിട്ട് നാട്ടിൽ പോകുന്ന സീനൊക്കെ ഉണ്ട്. ഈ സിനിമയുമായി ഒരിക്കലും അത് ആവശ്യമുണ്ടോ എന്ന് പോലും തോന്നുന്നു. അതായത് എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണം എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ എഴുതി വെച്ച പോലെയാണ് നമുക്ക് ഫീൽ ആകുക. അതുകൊണ്ട് തന്നെ സിനിമ എനിക്ക് വലിയ ഇമ്പാക്റ്റ് തന്നില്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്, കാണുക, വിലയിരുത്തുക.